നിപ ഭീതിയും ജാഗ്രതയും ഒക്കെ തുടരുകയാണ്. പക്ഷേ ഈ നിപ നിർണയത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൈറോളജി ലാബിൻ്റെ നിർമ്മാണം തുടങ്ങും, അല്ലെങ്കിൽ അത് നിർമ്മിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ അതിൻ്റെ ആ പ്രവർത്തനങ്ങളെല്ലാം അനിശ്ചിതത്വത്തിലാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോഴും. 6 വർഷം മുൻപാണ് നിർമ്മാണം ആരംഭിച്ചത്, പക്ഷേ ഇതുവരെയും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. BSL-3 വൈറോളജി ലാബ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ചകളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ മെഡിക്കൽ കോളേജിലെ സംരക്ഷണ സമിതി ആരോപിക്കുകയാണ്. 6 വർഷം മുമ്പ് നിപ്പ കോഴിക്കോട്ട് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത കാലത്ത് വൈറോളജി ലാബിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെയാണ് BSL-3 വൈറോളജി ലാബ്. ICMR അനുവദിച്ച 5.5 കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് 2019 ലാബിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് എസ്റ്റിമേറ്റ് 11 കോടിയാക്കി ഉയർത്തി. വൈറോളജി ലാബിന്റെ നിർമ്മാണ ചുമതല കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിനാണ്. ലാബിൽ സ്ഥാപിക്കേണ്ട വില കൂടിയ ഉപകരണങ്ങൾ കെട്ടിടത്തിന് പുറത്തും അകത്തുമായി ഇറക്കി വെച്ചിട്ട് മാസങ്ങളായി. കനത്ത മഴയിലും ടാർപോളിൻ കൊണ്ട് മൂടിയ ചില ഉപകരണങ്ങൾ കെട്ടിടത്തിന് പുറത്തിട്ടിരിക്കുകയാണ്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴിയാണ് ലാബിലേക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. ഗുജറാത്തിലെ കമ്പനിയിൽ നിന്ന് ലാബിലേക്ക് കൊണ്ടുവന്ന പല ഉപകരണങ്ങളും നിലവാരം കുറഞ്ഞവയാണെന്ന് കണ്ടെത്തിയതോടെ തിരിച്ചയച്ചിരുന്നു. പകരം ഉപകരണങ്ങൾ ഇനി വരേണ്ടതുണ്ട്. പണ്ട് ആരോ പറഞ്ഞതുപോലെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ രൂപത്തിലേക്കാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഈ വൈറോളജി ലാബിനുള്ള ബിൽഡിംഗ് ഉണ്ടാക്കുകയും അതിനുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ സമയത്ത് മെഡിക്കൽ കോളേജ് സമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഓരോ വർഷവും നിപ്പ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് വൈറോളജി ലാബിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകാറുള്ളത്. പുതിയ ഉപകരണങ്ങൾ എത്തുന്ന മുറയ്ക്ക് ലാബിന്റെ പ്രവർത്തനം വൈകാതെ തുടങ്ങാനാവുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. ഓരോ തവണ നിപ്പ റിപ്പോർട്ട് ചെയ്യുമ്പോഴും കുതിരവട്ടം പപ്പ് പറയുന്ന പോലെ ഇപ്പോൾ ശരിയാക്കി തരാം എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇതുപോലുള്ള യന്ത്രസാമഗ്രികൾ ഇവിടെയുണ്ട്. എന്നാൽ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പോലും ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയുണ്ട്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.